ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ചെയ്യുന്ന വീഡിയോ CPC എക്സാമിന് ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഓൾറെഡി 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് പാർട്ട് ഓഫ് വീഡിയോ ആയിരിക്കും. ഇനിയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഫോർ CPC എക്സാം മോർ ക്വസ്റ്റ്യൻസ് വേണമെന്നുള്ളവർക്ക് എൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ICD ക്വസ്റ്റ്യൻ ആണ്, ഇംപെൻഡിങ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം ഇത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ബൈ ഹാർട്ട് കോഡ് പഠിച്ചു വെച്ചാലും മതി. അത്രയും കോമൺ ആയിട്ട് കുറേ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇംപെൻഡിങ് MIൻ്റെ ICD കോഡ് എന്താണെന്ന് വെച്ചിട്ട് അങ്ങനെ അല്ല ഇത് ചോദിക്കുന്നത്. നമുക്കൊരു സിനാരിയോ ഒക്കെ തരും. അതായത് ഒരു പേഷ്യൻ്റ് ഇന്ന ഇന്ന കണ്ടീഷനൊക്കെ ആയിട്ട് വന്നു, പിന്നെ നോക്കുമ്പോൾ പേഷ്യൻറ്റിന് ഇംപെൻഡിങ് MI ആണ്, ഫൈനൽ ഡയഗ്നോസിസ് എന്നൊക്കെ ഉള്ള രീതിക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇംപെൻഡിങ് കേസസ് ആണ് ക്വസ്റ്റ്യൻസ് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറച്ച് റൂൾസ് ഉണ്ട് ICDയിൽ. ലൈക്ക് ഇംപെൻഡിങ് എന്നുള്ളതിൻ്റെ ഫൈനൽ ഡയഗ്നോസിസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വെറും ഇംപെൻഡിങ് ആണോ, ഫൈനൽ ഡയഗ്നോസിസ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പോൾ ഇംപെൻഡിങ് MIൻ്റെ ഫൈനൽ ഡയഗ്നോസിസ് MI ആണെങ്കിൽ MIക്ക് കോഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇംപെൻഡിങ് MIക്ക് കോഡ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എന്താ, ഇംപെൻഡിങ് MI ആണ്. ഇംപെൻഡിങ് MIൻ്റെ കോഡ്, ഇംപെൻഡിങ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ്റെ കോഡ് വരുന്നത് I20.0 ആണ്. അറിയാത്തവരാണെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചാലും മതി. എന്നിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇത് തന്നെ അല്ലേന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നോക്കിയാലും മതി. ഇത് ബുക്കിൽ ICDയിൽ ആൽഫബറ്റിക് ഇൻഡെക്സിന് ഇംപെൻഡിങ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നുള്ളതിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു അനാറ്റമി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കംസ് അണ്ടർ പാരാനൈസൽ എയർ സൈനസസ്. അപ്പം നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് പാരാനൈസൽ എയർ സൈനസ് അല്ലാത്തത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാരാനൈസൽ എയർ സൈനസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതാ തന്നിട്ടുണ്ട് അവിടെ പിക്ചറിൽ. ഫ്രോണ്ടല്, തെമോയിഡ്, മാക്സിലറി, സ്ഫീനോയിഡ്. അപ്പം നമ്മളെ ക്വസ്റ്റ്യനിൽ വേറെ ഒരു സൈനസ് തന്നിട്ടുണ്ടാവും, സിഗ്മോയിഡ് സൈനസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മളെ പാരാനൈസൽ എയർ സൈനസിൽ വരുന്നതല്ല. സോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 2 CPT കോഡ്സ് ആണ്, 69209 ആൻഡ് 69210. ഇത് എന്തിൻ്റെ കോഡ്സാന്ന് വെച്ചാൽ ഇമ്പാക്റ്റഡ് സെറുമൻ റിമൂവൽ യൂസിങ് ഇറിഗേഷൻ ഒന്ന്, പിന്നെ 69210 എന്ന് വെച്ചാൽ ഇമ്പാക്റ്റഡ് സെറുമൻ റിമൂവൽ യൂസിങ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അങ്ങനത്തെ 2 കോഡ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒരു പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ കോഡ്സ് ബേസ് ചെയ്ത് വന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോഡ്സിൻ്റെ അവിടുത്തെ ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇത് രണ്ടും യൂണിലാറ്ററൽ കോഡ്സ് ആണ്. അതായത് ബൈലാറ്ററൽ ആണ് പ്രൊസീജിയർ എങ്കിൽ നിങ്ങൾ മോഡിഫയർ 50 ഇട്ട് കൊടുക്കുക. പിന്നെ എക്സാമിന് ഇത് കുറച്ച് ഇങ്ങനെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു ഇയറിൽ ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്, മറ്റതിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇറിഗേഷന് ഏത് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അതിൻ്റെ കോഡ് കൊടുക്കുക, ഇൻസ്ട്രുമെൻറ്റേഷന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അങ്ങനെയൊക്കെ കൊടുക്കുക. ഓക്കെ, പിന്നെ യൂണിലാറ്ററൽ കോഡ്സ് ആണ്. പിന്നെ സെയിം ഇയറിൽ തന്നെ ഇറിഗേഷൻ, സെയിം ഇയർ 2 ഇയേഴ്സിലും ഇറിഗേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡിഫയർ 50 കൊടുക്കാം. അങ്ങനെയൊക്കെ ശരിക്കും നോക്കാം. ഓക്കെ, അപ്പം എന്താണ് നോക്കേണ്ടത്, എങ്ങനെയാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്, ഇറിഗേഷൻ ആണോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണോ ബോത്ത് ആണോ. ഇനി അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഗൈഡ് ലൈനിൽ വരുന്നുണ്ട് ബോത്ത് ആണെങ്കിൽ 69209ഉം 210ഉം കൂടെ ഒരുമിച്ച് കൊടുക്കരുത്. അങ്ങനെ കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഏത് ഇയറിലാണ്, റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ബൈലാറ്ററിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കിയിട്ട് തെറ്റിക്കാണ്ട് കോഡ് എടുക്കാം. നെക്സ്റ്റ് ഒരു ICD ഗൈഡ് ലൈൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ബേൺസിൻ്റെ ഡിഗ്രീസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 4 ഗൈഡ് ലൈൻസ്, 4 പോയിന്റ്സ് തരും. എന്നിട്ട് ഇതിൽ ഏതാണ് നോട്ട് ട്രൂ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പം നമുക്ക് ICDയിലെ ബേണിൻ്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് ഒരേ സൈറ്റിൽ തന്നെ ഫസ്റ്റ് ഡിഗ്രി ബേണും സെക്കൻഡ് ഡിഗ്രി ബേണും, അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ബേണും സെക്കൻഡ് ഡിഗ്രി ബേണും, അങ്ങനെ ഏതെങ്കിലും 2 ഡിഗ്രീസ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സെയിം സൈറ്റ് ആണെങ്കിൽ നമുക്കതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി മാത്രം കോഡ് ചെയ്താൽ മതി. അതായത് തേർഡ് ഡിഗ്രി ആൻഡ് സെക്കൻഡ് ഡിഗ്രി ബേൺ ഓഫ് പാം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തേർഡ് ഡിഗ്രിക്ക് മാത്രം കോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ആൻഡ് ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഏതെങ്കിലും ഒരു പോർഷൻ, ചെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഓഫ് ചെസ്റ്റ് മാത്രം കോഡ് ചെയ്താൽ മതി. അങ്ങനെ ഹയസ്റ്റ് ഡിഗ്രി മാത്രം കോഡ് ചെയ്താൽ മതി എന്നുള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ അത് തെറ്റിച്ച് തരും. അതായത് ഇപ്പോൾ തേർഡ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയും ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തേർഡ് കോഡ് ചെയ്യണം, പിന്നെ സെക്കൻഡ് കോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്.
നെക്സ്റ്റ് ഒരു അനാറ്റമി ക്വസ്റ്റ്യന് മിറിംഗോട്ടമി ഇസ് ദ പ്രൊസീജിയർ ഡൺ ഓൺ വിച്ച് സ്ട്രക്ചർ. ഏത് സ്ട്രക്ചറിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് മിറിംഗോട്ടമി. അപ്പോൾ ഇത് ഞാൻ ഇന്നാൾ പറഞ്ഞ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ മെഡിക്കൽ ടെർമിനോളജി അറിഞ്ഞാൽ കിട്ടും. ബിക്കോസ് മെറിംഗോ എന്ന് പറഞ്ഞാൽ എന്താ? മെറിംഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിംപാനിക് മെംബ്രെയിനെയാണ് മെറിംഗോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടിംപാനിക് മെംബ്രെയിൻ എന്ന് വെച്ചാൽ ഇയറിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ മെറിംഗോട്ടമി എന്ന് പറഞ്ഞാൽ ഇയറിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. ആർക്കെങ്കിലും എൻ്റെ 10 days എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി. എക്സ്ക്ലൂസീവ്ലി എക്സാം പ്രിപ്പറേഷൻ ആണ്. 10 ദിവസത്തെ ക്ലാസ് ആണ്. എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് അനാറ്റമി ക്വസ്റ്റ്യൻ ആണ്. ബർത്തോളിൻ ഗ്ലാൻഡിന്റെ ലൊക്കേഷൻ. ബർത്തോളിൻ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് വെജൈനേന്റെ ഏതർ സൈഡിലാണ്. നെക്സ്റ്റ് അഗെയിൻ CPT-യിലെ ഒരു കോമൺ ആയിട്ടുള്ള കോഡാണ് അനസ്തേഷ്യയിലെ 00802 പെനിക്കുലെക്ടമി പ്രൊസീജിയറിന്റെ അനസ്തേഷ്യ കോഡ്. അതുപോലെ വേറൊരു കോമൺ ആയിട്ടുള്ള ഒരു കോഡാണ് 65093 എവിസറേഷൻ ഓഫ് ഒക്യുലാർ കണ്ടന്റിന്റെ കോഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, CPC എക്സാമിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ടോപ്പിക്ക്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ ആയിട്ട് വരാം. താങ്ക്